ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യ ബിജു, പിന്നെ മോൻ വിഷ്ണു. വിഷ്ണു ഇവിടെ ചാർച്ച്വർത്ത് ഇന്റർനാഷണൽ സ്കൂളിൽ IB1 നമ്മുടെ നാട്ടിലെ +1 പറഞ്ഞിട്ടുള്ള അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ചോദിക്കാനുള്ള നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിൽ ഉള്ള സ്ട്രീംസ് ഒക്കെ ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് താല്പര്യപ്പെടുന്ന ഏതൊക്കെ സ്ട്രീംസ് ഉണ്ടാവും ഇവിടെ? ഇവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് നമ്മൾ നാട്ടിലുള്ള പോലെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനെ സെപ്പറേറ്റ് ചെയ്യാതെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റാണ് ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിൽ. 140 പ്രൊഫസർമാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമോളിക്കുലർ എഞ്ചിനീയറിംഗ്, സിവിൽ, അങ്ങനത്തെ കുറെ എയറോ അങ്ങനത്തെ കുറെ ശാഖകളാണ് ഉള്ളത്. പലപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ അപ്പോൾ ഉൾക്കൊണ്ട് പുതിയ കോഴ്സുകൾ കൊണ്ടുവരാനുള്ള ഒരു നല്ല ശ്രമം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും നമ്മുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രീസിനും അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനും വളരെയധികം സഹായമാണ്. സർ ഹെഡിന് റോബോട്ടിന്റെ ക്ലസ്റ്റർ ആണ്, റോബോട്ടിക്സ് ക്ലസ്റ്റർ അല്ലേ? അപ്പം ഒരു റോബോട്ട് ആക്ച്വലി എന്താണ്? അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റമാണ്. മെക്കാനിക്കൽ സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്കൊരു അതിൻ്റെ രൂപം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മോട്ടറുകൾ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ മൈക്രോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള ഒരു സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ സെൻസേഴ്സ്. ഈ റോബോട്ടിന് ഈ എൻവയോൺമെന്റിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. ഇതിലുപരിയായിട്ട് അതിലൊരു പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ മോട്ടറുകളെ ചലിപ്പിക്കേണ്ടത്, ഏത് രീതിയിലാണ് നടക്കേണ്ടത്, ഏത് രീതിയിലാണ് സെൻസേഴ്സ് എന്നുള്ള ഡാറ്റ എടുത്തിട്ട് അതിനെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ എൻവയോൺമെന്റായിട്ടും മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ അൽഗോരിതംസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പവർ ഉണ്ട്, പിന്നെ ഈവൻ സൈക്കോളജി വരുന്നുണ്ട്. കാരണം എങ്ങനെയാണ് മനുഷ്യരായിട്ട് നമ്മുടെ രീതികൾ മറ്റുള്ള വ്യക്തികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്നത്, അതിന് കുറേ സൈക്കോളജി നമ്മൾ പഠിക്കണം. എമോഷൻസ് നമുക്ക് എങ്ങനെയാണ് നമ്മൾക്കുണ്ടാവുന്നത്, അതിൽ എത്രമാത്രം നമുക്ക് റോബോട്ടുകൾക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഒന്നൊരുമിച്ച് വരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റാണ് ഈ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. ന്യൂക്ലിയർ ഫാമിലിയിൽ ഗേൾസും ബോയ്സും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, ബോയ്സും എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ കുക്കിങ്ങിനൊക്കെ വളരെ ഒരു സമയം കിട്ടാത്ത അങ്ങനെ ഒരു ഡെയിലി ഒരു സ്ട്രക്ചറാണ് വരുന്നത്. ഈ റോബോട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ? റോബോട്ടിന് പറ്റുന്നതാണ്. ഇൻഫാക്ട് തമിഴ്നാട്ടില് കോയമ്പത്തൂരുള്ള ഒരു കുട്ടി സാമ്പാർ ഉണ്ടാക്കുന്ന റോബോട്ടിന് പാറ്റന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് പല തരത്തിലുള്ള, ഇപ്പോൾ തൃശ്ശൂർ സാമ്പാർ അല്ലെങ്കിൽ തിരുവനന്തപുരം സാമ്പാർ അല്ലെങ്കിൽ വെള്ളിനഴി സാമ്പാർ, കളമ്പുളിപ്പുറം സാമ്പാർ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കുന്ന റോബോട്ടുകൾ മാർക്കറ്റിലുണ്ട്. നമുക്ക് ചില ആസ്പെക്ട്സ്, നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റോബോട്ടുകളെ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. കുക്കിങ്ങിൽ പല ആസ്പെക്ട്സും വരുന്നുണ്ട്, പല ടൂൾസ്, നൈഫ്സ്, അതിന്റെ പൊടികള്. അപ്പൊ ഇതിന് നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ റോബോട്ട് വെച്ചിട്ട് നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. പക്ഷെ അതിലേക്ക് തന്നെ കുറെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യാനുള്ള ആവശ്യകതയുണ്ട്. ഇപ്പം സാറിന്റെ ഫാമിലിയില് മകനുണ്ട്, വൈഫുണ്ട്, അവർക്ക് വേണ്ടി ഒരു റോബോട്ട് സാറിന് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അത് എന്തായിരിക്കും അത് ചെയ്യാ? ഇൻഫാക്ട് ഒരു റോബോട്ട് ഉണ്ട്, നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന റോബോട്ട്. ആ റോബോട്ട് കൊണ്ട് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ഇന്റർവെൻഷൻ ഇല്ലാതെ റൂമെല്ലാം പോയിട്ട് ക്ലീൻ ചെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു കമ്പനി തുടങ്ങിയിരിക്കുന്നത്, ബാംഗ്ലൂർ റോബോട്ടിക് സൊല്യൂഷൻസ്. അത് യുറേക്ക ഫോർബ്സ് ആണ് അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വളരെ എക്സ്പെൻസീവ് ഒരു മീഡിയം ആണ് അല്ലെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു അഫോർഡബിൾ ഒരു മീഡിയം ആയിട്ടില്ല ഇതുവരെ. ആൾക്കാർക്ക് പൊതുവെ ഒരു റോബോട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ലേ? അതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മൊബൈൽ ഫോൺ ശരിക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കാനുള്ള ചിലവ് എത്ര വരുന്ന ആലോചിച്ച് നോക്കാം. പക്ഷെ അത് എത്ര ആൾക്കാർ കൂടുതൽ പേര് വാങ്ങുമ്പോൾ മൊബൈൽ ഫോണിന്റെ വില കമ്മിയാണ്. സപ്ലൈ ഡിമാൻഡാണ് നമ്മൾ മാർക്കറ്റിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. കൂടുതൽ പേര് റോബോട്ടിക്സ് വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്പാൻ എടുത്ത് നോക്കിക്കോളൂ,
കൊറിയ എടുത്ത് നോക്കിക്കോളാം, അവിടെ വില കമ്മിയാണ്. കാരണം അവിടെ നാട്ടിലത്തെ ആൾക്കാർ അത് വാങ്ങാൻ താല്പര്യമുണ്ട്. അത് കാരണം കൂടുതൽ വോള്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ വില കമ്മിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ നാട്ടിലത് വരണമെങ്കിൽ ആൾക്കാർ കൂടുതൽ വാങ്ങണം, വാങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ വില കമ്മിയാവുള്ളൂ. സാർ പഠിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിലാണെങ്കിലും അവിടെയും ഇവിടത്തേലും കുറെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കുറച്ചറിയാം. നാട്ടില് തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം പലപ്പോഴും ഹൈ എൻഡ് റിസർച്ച് നടത്തുമ്പോൾ തിയറി നമുക്ക് ആവശ്യമുണ്ട്. അതിലുപരിയായിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെയോ അല്ലെങ്കിൽ എബോ ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ നമുക്ക് കാണുമ്പോൾ പല ആവശ്യകതയുണ്ട്. ഒന്ന്, പല കുട്ടികൾക്കും ഒളിഞ്ഞു കിടക്കുന്ന കുറേ കഴിവുകളുണ്ട്. അതിന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ NUSൽ നമ്മൾ പലപ്പോഴും ആ കുട്ടിയുടെ ഒരു വ്യക്തി എങ്ങനെ അവരുടെ എല്ലാ വിധത്തിലുള്ള ബഹുമുഖ പ്രതിഭയായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു നല്ല ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് പാറ്റന്റ് ചെയ്യാനുള്ള സപ്പോർട്ട്, അങ്ങനെ പാറ്റന്റ് ഉള്ള ആ കുട്ടിക്ക് ഒരു കമ്പനി തുടങ്ങാനുള്ള ഇൻക്യുബേഷൻ സെന്റർ, അതിനുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും യാതൊരുവിധ നൂലാമാലകളും ഇല്ലാതെ, അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്രൊഫസർമാരുടെ സൈഡിലാണെങ്കിലും എല്ലാ വിധത്തിലും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്നുള്ളത് ഒരു സ്റ്റുഡന്റിനെ എപ്പോഴും നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുകയാണ്, നമ്മുടെ കൊളീഗായിട്ട് കാണുക. അങ്ങനെ ആകുമ്പോൾ അവരോട് സംവദിക്കുകയും അവരെ നമുക്കൊരു സുഹൃത്ത് എന്ന രീതിയിൽ അവരെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാഫിന് ഗുണമുണ്ട്, സ്റ്റുഡൻസിന് ഗുണമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗുണമുണ്ട്, രാജ്യത്തിന് ഗുണമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ശങ്കറിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, എന്തിരൻ, എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ച് സാർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ് പറയൂ? അത് വളരെ നല്ലൊരു മൂവിയാണ്. ഇന്ത്യയിൽ എടുത്ത ഏറ്റവും വലിയ ടെക്നോളജി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള പല സ്ഥലങ്ങളും ഞാൻ മനസ്സിലാക്കിയത്, പല സ്ഥലങ്ങളും പോയിട്ട് ബെസ്റ്റ് ടെക്നോളജി അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അനിമേഷൻ, അതിൻ്റെ റോബോട്ടിക്സിന്റെ കൺസെപ്റ്റ്, അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ, പിന്നെ ഈ റോബോട്ടുകളുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതാണ് ഇപ്പോൾ പലരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു റോബോട്ടുകൾ കൊണ്ടിട്ട് നമുക്ക് വലിയ സ്ട്രക്ചറുകളോ അവരെ കൊണ്ട് എങ്ങനെ ഫോർമേഷൻ കൊണ്ടുവരാം, അതിനുള്ള കുറേ നല്ല വിദ്യകൾ അതിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കാരണം ഇപ്പോഴും ടെക്നോളജി ആ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കൊതുകിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു നല്ല മെസ്സേജ് ഉണ്ട്. നമ്മൾ നാടിനെ ശുചിത്വം ഉണ്ടാക്കണം, കൊതുകുകളെ ഒഴിവാക്കണം. ആ മെസ്സേജ് കൂടിയുള്ള നല്ലൊരു മൂവിയായിട്ട് ഞാൻ കാണുന്നു. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. സിംഗപ്പൂർ ഇസ് വെരി ക്ലീൻ സിറ്റി. അതേപോലെ തന്നെ കേരള, ഇന്ത്യ തന്നെ നല്ലൊരു ക്ലീൻ സിറ്റി ആയി മാറട്ടെ. ഇതുപോലെ തന്നെ സാറിന്റെ വളരെ അധികം ഒരു ബിഗ് സ്കെയിൽ, ലാർജ് സ്കെയിൽ ഒരു ആംബിഷ്യസ് പ്രോജക്ട് സാർ ഇങ്ങനെ കോൺസെപ്റ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. നാട്ടില് ഞാൻ പല സ്കൂളുകളിലും കോളേജുകളിലും പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ റോബോട്ടിക് ഷോ നടത്തുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയാറുള്ളത്, സാറേ ഇതിനുള്ള പലതും നമുക്കിവിടെ അവൈലബിൾ അല്ല. പലപ്പോഴും കുട്ടികൾക്ക് ധാരാളം കഴിവുണ്ടെങ്കിലും അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഇല്ല എന്ന രീതിയിലാണ് ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിന്ന് ഞാൻ പല സ്ഥലത്തും പല കുട്ടികളായിട്ടും സ്റ്റാഫായിട്ടും പലതര ലെവലിലും ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോളേജ് നമ്മുടെ നാട്ടിന് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 2012 ആവുമ്പോൾ പാലക്കാട് തുടങ്ങണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ധാരാളം സപ്പോർട്ട് കേരളത്തിന് പുറത്തുനിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നുമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അത് 2012 തുടങ്ങുമെന്നാണ് ഉദ്ദേശം. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയുടെ നാനോന്മുഖമായിട്ടുള്ള കഴിവുകളെ എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അതിന് ഏറ്റവും നല്ല ലേണിംഗ്, ടീച്ചിങ് ആൻഡ് റിസർച്ച് എൻവയോൺമെന്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ സാറിന് ഈ ഒരു പ്രോജക്റ്റ് ഒത്തിരി നല്ല സക്സസ്ഫുൾ ആവട്ടെ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, മലയാളികൾക്ക് എന്തൊക്കെ ചെയ്യാം, അതൊക്കെ കറക്റ്റ് ആയിട്ട് വരട്ടെ. ഫണ്ട്സ് ഏതൊക്കെ രീതിയിൽ. പിന്നെ ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും കുറെയൊക്കെ നമുക്ക് അറിയാനുണ്ട്. അത് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ നോക്കാം. അപ്പൊ സോ താങ്ക്സ് സോ മച്ച് ഫോർ ടോക്കിംഗ്. താങ്ക് യു.